എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് പ്ലം കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എങ്ങനെയാണ് ആൽക്കഹോളിക് രീതിയിൽ സോക്ക് ചെയ്തെടുക്കുന്നത് നോക്കാം. ഇതിന് മുൻപ് നമ്മൾ ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇന്ന് ചെയ്യുന്നത് വൈനിലാണ് ഈ ഒരു പ്ലം കേക്കിന് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുന്നത്. വൈനോ നിങ്ങൾക്ക് മറ്റേത് ആൽക്കഹോളോ എടുക്കാവുന്നതാണ്, റമ്മ്, ബ്രാൻഡി അങ്ങനെയുള്ളവയും എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ മുന്തിരി വൈനിലാണ് ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ എടുക്കാം. നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന രീതിയിലുള്ള ഫ്രൂട്ട്സുകളൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇവിടെ കിട്ടിയ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സാണ്. അപ്പോൾ എല്ലാം 100 ഗ്രാം വീതം എടുക്കുക. അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് അളവുകൾ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ കറുത്ത മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട്. കറുത്തതെന്ന് ഒരുപാട് പറയാൻ പറ്റില്ല, കുറച്ച് ഗോൾഡൻ കളറിലുള്ള മുന്തിരിങ്ങയാണ്. അതുപോലെ തന്നെ അത്രയും തന്നെ ക്രാൻബെറി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ഡേറ്റ്സും ചെറുതായിട്ട് നുറുക്കിയിട്ടുള്ളതാണ്. ഇതിലേക്ക് 3 കളറിലുള്ള ടൂട്ടി ഫ്രൂട്ടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പ്രത്യേകിച്ചൊരു അളവ് പറയുന്നില്ല, കാരണം നിങ്ങളുടെ കേക്ക് നിങ്ങൾ എത്ര കേക്കാണോ തയ്യാറാക്കുന്നത് അതനുസരിച്ചിട്ട് നിങ്ങൾ ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കുക. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് പീക്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നട്ടാണ്. അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റിലുള്ള നട്ടാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെയുള്ളതാണോ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഇനി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഞാനൊരു തടിത്തവി വെച്ചിട്ട് ഈ ഫ്രൂട്ട്സ് എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് വൈൻ കൂടി ഒഴിച്ചിട്ട് ഇപ്പോൾ മിക്സ് ചെയ്യുന്നില്ല. നമ്മളത് കുപ്പിയിൽ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സും വൈനും കൂടെ കൈവച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഗ്ലാസ് കൊണ്ടുള്ള ഒരു കുപ്പിയാണ്. അപ്പോൾ ഗ്ലാസ്സിലുള്ള കുപ്പികളിൽ ഇട്ട് വെക്കുന്നതാണ് നല്ലത്, കാരണം വൈനൊക്കെ എപ്പോഴും ഗ്ലാസ്സിൽ വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ എയർ ടൈറ്റ് ആയിട്ട് ആണ് നമ്മൾ ഈ ഒരു ഫ്രൂട്ട്സ് ഇട്ട് വെക്കേണ്ടത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ മുന്തിരി വൈനും അതുപോലെ തന്നെ കുറച്ച് പഴത്തിൻ്റെ വൈനും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ആൽക്കഹോളും കൂടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഇത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ചുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ ഇത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ട് നന്നായിട്ട് ഇത് അടച്ച് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങളിപ്പോൾ തന്നെ ഇട്ട് വെക്കുകയാണെങ്കിൽ ക്രിസ്മസ് ആകുമ്പോഴത്തേക്ക് നല്ലതായിട്ട് വരും. അപ്പം ഒരു 20 ദിവസമെങ്കിലും ഇത് വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്ക് തയ്യാറാക്കാം. അപ്പോൾ ഞാനിവിടെ എയർ ടൈറ്റ് ആയിട്ട് ഇത് പുറത്ത് തന്നെയാണ് വെക്കുന്നത്. ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല, കാരണം വൈൻ ഇതിലേക്ക് ഒഴിക്കുമ്പോൾ ഇത് ചീത്തയായി പോകാനുള്ള ചാൻസ് കുറവാണ്. അതുപോലെ എയർ കയറാതെ ഇതുപോലെ അടച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ ഓരോ 2 ദിവസം കൂടുമ്പോഴും ഇത് ഒന്ന് കുലുക്കി കൊടുക്കാനായിട്ടും ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത് അടച്ച് മാറ്റി വെക്കുകയാണ്. അപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ ഇത് നന്നായിട്ട് കുലുക്കിയിട്ട് വീണ്ടും നമ്മൾ മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു സോക്ക് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സുമായിട്ട് ഉള്ള പ്ലം കേക്കിൻ്റെ റെസിപ്പികളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പം ഇതിന് മുൻപ് ഞാൻ 4 ടൈപ്പിലെ പ്ലം കേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. പുതിയ രീതികളിലുള്ള അടിപൊളി പ്ലം കേക്കിൻ്റെ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുപോലെ വൈനും കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്